ഇന്നേരം നമുക്ക് ഒരു എളുപ്പത്തിലൊരു ചീരത്തോരൻ റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് ചീര നല്ലപോലെ ഒരു 2-3 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സവാളയും ഒരു പച്ചമുളകും അല്പം തേങ്ങയൊക്കെ കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്നൊരു ചീരത്തോരൻ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലെ 3 പ്രാവശ്യം കഴുകിയാണ്. എന്നിട്ട് കണ്ടില്ലേ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഉണ്ട് ഇറങ്ങിക്കിടക്കുകയാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചീരയൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോട് തന്നെ ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്തത്, ഒരു തന്നെ കറിവേപ്പില, 2 പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ കൊണ്ട് ഒഴിച്ച് അല്പം കടുകൊക്കെ കൊണ്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ ചീരയും സവാളയൊക്കെ കൊണ്ടിട്ട് ആവശ്യം തേങ്ങയൊക്കെ കൊണ്ട് ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പെട്ടെന്നുള്ള ചീരത്തോരനെ കൊണ്ട് റെഡിയാക്കി എടുക്കാം. അന്നേരം ചട്ടിയൊക്കെ വെച്ച് ചട്ടിയൊക്കെ നല്ലൊരു ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടിട്ട് കൊടുക്കാം. അങ്ങനെ കടുകും പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ചീര, സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം അവിടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യം തേങ്ങ ഒഴിച്ചു ചേർക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി. ചീരയായതുകൊണ്ട് ഉപ്പ് അധികം ആവശ്യമില്ല. അത് നോക്കിയിട്ട് ഇത് ഞാൻ അല്പം ഇനി നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ കഴിയും. ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ആവശ്യത്തിൽ കൂടുതൽ ചീര നിറങ്ങിയിട്ട് നല്ലൊരു ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴത്തേന് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീരത്തോരൻ കഴിയും. വളരെ പോഷക ഗുണമുള്ള നമ്മുടെ ചീര തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് അടച്ചങ്ങോട്ട് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവിയോട് കഴിക്കും. അന്നേരം നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ചീരത്തോരൻ തുറന്നു നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ, ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് തന്നെ നല്ലൊരു വെള്ളമുണ്ട്. ഇളക്കിയിട്ട് കൊടുത്ത് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരനുണ്ട്. തീയൊക്കെ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് അടച്ചു വെക്കാൻ, അല്ലെങ്കിൽ അടിക്ക് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇനി 2-3 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു നോക്കാം. അങ്ങനെ വീണ്ടും നമുക്ക് നമ്മുടെ തോരനൊക്കെ തുറന്നു നോക്കാം. നമ്മുടെ തോരനയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഒരു 1 മിനിറ്റ് നേരം ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ റെഡിയാണ്. ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാൻ പറ്റിയ ഇതിലെ പോഷകഗുണമായിട്ടുള്ള ഒരു തോരൻ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് നോക്കാം നമുക്ക്. ഉപ്പെല്ലാം കറക്റ്റാണ്, വെന്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം ഒന്നിരിക്കും. 1 മിനിറ്റ് നേരം ഇരിക്കുന്ന കഴിഞ്ഞാൽ ആ വെള്ളമയൊക്കെ ഒന്നുകൂടെ വറ്റി കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി. അന്നേരം നമ്മുടെ സ്വാദിഷ്ടമായ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് ഇങ്ങോട്ട് വെക്കാം. ചട്ടിയുടെ ആ ചൂട് കൊണ്ട് ഇനി ബാക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയാക്കി നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ചീരത്തോരൻ ഇവിടെ റെഡിയാണ്.